എന്തിനാ രുക്മിണി കിടന്ന് തകിടം മറിയുന്നത്? ആ ഗർഭക്കേസ് ഒതുക്കി തീർത്തപ്പം ഒരു കോമ്പൻസേഷൻ മേടിച്ചെടുത്തില്ലേ രാജുവിന്റെ ഒരു 15 ലക്ഷം. അതിൽ നിന്ന് ഒരു 5 ലക്ഷം മുണ്ടക്കലമ്മയ്ക്ക് താ ഒരു ഷെയർ. അല്ലെങ്കിൽ ഈ കാര്യം ശ്രീലക്ഷ്മിയോടും ഹരീഷിനോടും പറഞ്ഞ് നിന്റെ ബ്ലേഡ് കമ്പനി പൂട്ടിക്കും. ഞാനേ ആരോട് 1 രൂപയും വാങ്ങിച്ചിട്ടില്ല. നീ 1 രൂപ വാങ്ങിച്ചില്ല, 15 ലക്ഷം വാങ്ങിച്ചു. അതിൽ നിന്നൊരു 5 ലക്ഷം താ. എന്നാ ആ വിഷയം നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നിങ്ങൾ പോയി വേറെ വല്ല പണിയും നോക്ക്. ഞാൻ വേറെ പണിക്ക് പോവുക. നേരെ ചെന്ന് ഞാൻ ആദ്യം ശ്രീലക്ഷ്മിയോട് ഈ കാര്യം പറയും. ഓ പറഞ്ഞോ. അവളോട് എനിക്ക് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല അവളെ ഇവിടെ ഞാൻ നിർത്തിയിരിക്കുന്നേ. ഇലക്ഷന് ജയിച്ചാ അവളെ ഇവിടെ നിർത്തും. ഇല്ലെങ്കിലേ അവളെ ഞാൻ പിടിച്ച് പുറത്താക്കും. 5 ലക്ഷം തന്നില്ലെങ്കിൽ നിന്റെ വീട് ചെകുത്താൻ കയറിയ വീടാക്കി ഞാൻ മാറ്റും. മരുമോളും നീയും തമ്മിൽ അടിയും വീഴും. നിങ്ങളിത് അവളോട് ചെന്ന് പറതള്ളേ. എന്നിട്ടേ അവളെ വിളിച്ച് നിങ്ങളെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോകും. അതിനല്ലേ ഞാൻ ഈ വേലയൊക്കെ ചെയ്യുന്നത്. എനിക്ക് ആ മരുമകള് വേണ്ട. അവളെ കൊണ്ട് എനിക്കൊരു ഗുണവുമില്ല മണവുമില്ല. അവര് വരട്ടാൻ വന്നിരിക്കുന്നു. ഒന്ന് പോവാ നോക്ക്. ഈ ലോകത്തെ ഏറ്റവും മാരകമായ വിഷം ഞാനാണെന്നാണ് ഞാൻ കരുതിയത്. എന്നാ അത് ഞാനല്ല, ഈ രുക്മിണിയാ. അമ്പമ്പോ ഇവളൊരു വൈറസാണ്. ദൈവമേ, വല്ലാത്ത ഒരു വൈറസ്. നിങ്ങൾ പോകില്ലേ തളേ? ഒരു പഞ്ചായത്തിൽ 3 ബാറുകൾ വീതം തുടങ്ങാനുള്ള ലൈസൻസ് ഞാൻ ആദ്യം അവർക്ക് കൊടുക്കും. തിരഞ്ഞെടുപ്പിന് കോടിക്കണക്കിന് രൂപയാ ഞാൻ എറിഞ്ഞത്. അത് അതിന്റെ ഡബിളായി ആദ്യമേ തന്നെ എനിക്കിങ്ങ് കിട്ടണം. ഇയാൾ ഒരാഴ്ചക്കകം കേരളം മൊത്തം വിഴുങ്ങി കളയും. ഏതൊക്കെ മന്ത്രിമാർക്ക് ഏതൊക്കെ വകുപ്പ് കൊടുക്കണമെന്നും ആരൊക്കെ മന്ത്രിമാരാകണമെന്നും തീരുമാനിക്കുന്നതേ ഈ അനന്തപിള്ളയാ. മന്ത്രിമാരാകുന്നതിന് മുമ്പ് ഞാനും അവരും തമ്മിൽ ഒരു കരാറുണ്ടാക്കും. ഒരു മാസത്തിൽ എത്ര കോടി രൂപ എന്നെ ഏൽപ്പിക്കണമെന്ന് ഞാൻ അവർക്ക് നിർദ്ദേശം കൊടുക്കും. അത് കൃത്യമായി തന്നില്ലെങ്കിൽ ആ മന്ത്രി അങ്ങ് തെറിക്കും. എങ്ങനെ? മുഖ്യമന്ത്രിയോ? അങ്ങനെ ഞാൻ ആരെയും മുഖ്യമന്ത്രിയായിട്ട് നേരത്തെ നിശ്ചയിച്ചിട്ടൊന്നുമില്ല. എന്താ, എനിക്ക് മുഖ്യമന്ത്രി പദം കഴിക്കോ? ഭഗവാനെ, ഈ ആന വിഴുങ്ങി മുഖ്യമന്ത്രിയായ പിന്നെ പി ആക്കണേ. ശരി, I'll call you later. പിന്നെ വിളിക്കാം. എടോ, പല നിയോജക മണ്ഡലത്തിൽ നിന്നും പല കംപ്ലൈന്റുകളും വരുന്നുണ്ട്. എന്റെ നിയോജക മണ്ഡലത്തിൽ വോട്ട് ചെയ്യിപ്പിക്കാൻ ചുമന്നോണ്ട് വന്ന ഒരു പടുകളവനെ വോട്ട് ചെയ്യിപ്പിച്ചതിന് ശേഷം തോട്ടിൽ എറിഞ്ഞേച്ചു പോയെന്ന് കേട്ടു. നേരാണോ? അത് സംഭവം തന്നെയാ. ഈ കിളവനെ വോട്ട് ചെയ്യിപ്പിച്ചിട്ട് തിരിച്ചു കൊണ്ടുപോകുന്ന വഴി അയാള് ചെയ്ത വോട്ട് അസാധുവാണെന്ന് അയാൾ തന്നെ പറഞ്ഞു. അത് അവര് തോട്ടിൽ കളഞ്ഞത്. എന്നാ പിന്നെ അയാളെ ഒഴുക്കുള്ള പുഴയിൽ എറിഞ്ഞാ പോരായിരുന്നോ? ഒഴുകി കടലിലോട്ട് പോയി ഒടുങ്ങുമായിരുന്നല്ലോ. യൂസ്ലെസ്. മതിയായിരുന്നല്ലേ? നിന്നെ ഇവിടെ എത്തിക്കാനാ ഞാൻ ഈ അഭ്യാസമൊക്കെ കാണിച്ചത്. നീ 1-2 ദിവസമായിട്ട് എന്റെ വീട്ടിന്റെ പരിസരത്ത് കിടന്ന് കറങ്ങുന്നത് പിന്നെ ഞാനേ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നീ എന്ത് വിചാരിച്ചു? എന്റെ പിന്നാലെ വന്നാൽ നിന്റെ ജഗന്നാഥൻ അങ്കിളിനെ കിട്ടുന്നു വിചാരിച്ചോ? ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ ഇപ്പോഴും പറയുന്നു. ആ ജഗന്നാഥനെ ഞാൻ എന്റെ ഒരു അസിസ്റ്റന്റിനെ ഏൽപ്പിച്ചിരിക്കുക. ഈ ജഗൻ എവിടെ ഉണ്ടെന്ന് അവന് മാത്രമേ അറിയൂ. നിങ്ങൾ പറയുന്നത് മുഴുവൻ നുണയാണെന്ന് എനിക്കറിയാം. ജഗന്നാഥൻ ഞങ്ങൾ എവിടെ ഉണ്ടെന്ന് നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. എന്റെ താവളത്തിൽ വന്ന് എന്നെ വെല്ലുവിളിക്കുന്നോടി. നീ എന്റെ ശത്രുവിന്റെ പുത്രി മാത്രമല്ല, എന്റെ നമ്പർ 1 ശത്രുവും കൂടിയാ. നിന്നെ ഞാൻ ശ്വാസം മുട്ടിച്ച് കൊന്നാൽ നിന്റെ നിലവിളി കേൾക്കാൻ ഒരൊറ്റ മനുഷ്യനുണ്ടാവില്ല. മനസ്സിലായോടി? ഞാനുണ്ടാവടോ.
ഹാ, വന്നല്ലോ അവതാര പുരുഷൻ, തൂണിലും തുരുമ്പിലുമുള്ള രാജു ഭഗവാൻ. ഋതു എന്താ ഇവിടെ? അത് എന്താ പ്രശ്നം? രാജു, എന്താ ഇയാളുടെ പിന്നാലെ? അതിവള് പറയില്ലടാ രാജു. ഇവളെ ഞാനൊരു വിഷമവൃത്തത്തിൽ കുരുക്കിയിട്ടിരിക്കുക. പ്രതാപവർമ്മയെ ഇലക്ഷൻ തോൽപ്പിക്കാൻ ഞാൻ ഇവൾക്കായി ഒരു കെണി ഒരുക്കി. ആ കെണിയില് ദാ ഇവള് വന്ന് വീണു. ഇവള് നിങ്ങളുടെ പൊളിറ്റിക്കൽ അഡ്വൈസർ അല്ലേ? എന്നാൽ ഈ അനന്തൻ പൊളിറ്റിക്കൽ കിങ്ങാ. എന്റെ പൊളിറ്റിക്കൽ തന്ത്രത്തിന്റെ കുരുക്കിൽ നിന്റെ ഭാര്യ ഋതിക്ക് ഞാൻ ഇങ്ങ് കുരുക്കി ഇവളുടെ അച്ഛനെതിരെ നിർത്തി. അച്ഛനെ ഇവൾ കൊല്ലുന്നതിന് തുല്യമാക്കി. ഇവിടെ തന്നെ ഉണ്ടല്ലോ, തന്നെ ഇന്ന് ഞാൻ കൊല്ലും. കയ്യറ കയ്യറ, അല്ലെങ്കിൽ തോറ്റുന്ന് റിസൾട്ട് വരുന്നതിന് മുമ്പ് മകൾ തോൽപ്പിക്കാൻ കൂട്ടുനിന്നു എന്ന സത്യം എനിക്ക് ആ പ്രതാപവർമ്മയോട് തന്നെ പറയേണ്ടി വരും. ജഗന്നാഥൻ അങ്കിൾ എവിടെ ഉണ്ടെന്ന് ഒന്ന് പറയാമോ?